നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ്, KPCCക്ക് പുതിയ പ്രസിഡന്റ് വരുമോ എന്ന ആകാംക്ഷ. ഈ തിരക്കിനിടയിൽ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ഒരു കാര്യം മറന്നു പോകരുത്. കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെയും അവസാനത്തെയും കോൺഗ്രസ് അധ്യക്ഷനായ AICC പ്രസിഡന്റായ ചേറ്റൂർ ശങ്കരൻ നായരെ ചൂണ്ടാനുള്ള അല്ലെങ്കിൽ അടിച്ചു മാറ്റാനുള്ള BJPയുടെ നീക്കങ്ങൾ വളരെ തകൃതിയായിട്ട് നടക്കുകയാണ്. കുറെ ദിവസങ്ങളായി, എങ്കിലും ഒന്ന് ഓർമ്മിപ്പിച്ചെന്ന് മാത്രം. എന്തായാലും ചേറ്റൂരിനെ കാത്തോളണം, അല്ലെങ്കിൽ BJP കൊണ്ടുപോകും. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഈ ഒരു നീക്കത്തിന് തുടക്കം കുറിച്ചത്. ഹരിയാനയില് ഒരു ചടങ്ങിൽ പ്രസംഗിക്കുമ്പോൾ അദ്ദേഹം ചേറ്റൂർ ശങ്കരൻ നായരെ അനുസ്മരിച്ചു. അദ്ദേഹം ജാലിയൻ വാലാബാഗ് കേസില് വീരോചിതമായ വാദം നടത്തിയതുമായി ബന്ധപ്പെടുത്തിയാണ് അദ്ദേഹം സംസാരിച്ചത്. അത് മാത്രമല്ല, ഈ കേസ് വിസ്താരത്തെ കുറിച്ച് കഴിഞ്ഞ ദിവസം റിലീസായ ഒരു സിനിമ കേസരി ചാപ്റ്റർ 2 എന്നാണ് അതിന്റെ പേര്. അതിനെയും ബന്ധിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം ആ ചടങ്ങിൽ സംസാരിച്ചത്. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രസംഗം കഴിഞ്ഞ പാടെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരൻ, നമ്മുടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, ഇവരൊക്കെ കൂട്ടത്തില് ചാടിപ്പുറപ്പെട്ടിട്ടുണ്ട്. മോദിയുടെ പ്രസംഗത്തിന് പിന്തുണയുമായി രാജീവ് ചന്ദ്രശേഖർ എക്സിൽ ഒരു പോസ്റ്റ് ചെയ്തു. നമ്മുടെ സുരേഷ് ഗോപി അണ്ണൻ നേരെ ചേറ്റൂരിന്റെ ബന്ധുക്കളുടെ വീട്ടിലേക്ക് വെച്ചുപിടിച്ചു. അവിടെ ചെന്ന് അവരെ അഭിവാദ്യം ചെയ്തു. ചേറ്റൂരിന്റെ ചരിത്രവും ജീവിതവും ഒക്കെ നമ്മുടെ പുതിയ തലമുറ ചർച്ച ചെയ്യണം, അദ്ദേഹത്തിന്റെ സ്മരണ നിലനിർത്തണം. അതിന് നരേന്ദ്രമോദി ചില തീരുമാനങ്ങളൊക്കെ എടുത്ത് ചില നടപടികളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് എന്ന് അവിടെ മുഖതാവിൽ അറിയിച്ചു. അങ്ങനെ ഈ നീക്കം വളരെ ശക്തമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് മനസ്സിലാക്കിയ KPCC തലത്തിലും എല്ലാ ജില്ലകളിലുമൊക്കെ ചേറ്റൂരിനെ അനുസ്മരിക്കുന്ന ചടങ്ങുകളൊക്കെ ഏർപ്പാടാക്കിയിട്ടുണ്ടെന്ന് കേട്ടു. അതുകൊണ്ടൊന്നും കാര്യമില്ല. ചേറ്റൂർ ശങ്കരൻ നായരുടെ സ്മരണയ്ക്ക് ചുറ്റും കൂടുതൽ ശക്തമായ കവചങ്ങൾ ഏർപ്പാടാക്കണം, അല്ലെങ്കിൽ BJPക്കാര് കൊണ്ടുപോകും. അത് അവരുടെ ഒരു രീതിയാണ്. അവരെന്ത് ചെയ്യും? അവരുടെ ഒരു അധികാരമുണ്ട്, പണമുണ്ട്. വേണമെങ്കിൽ ചേറ്റൂര് ജനിച്ച മങ്കരയിലോ ജില്ലാ തലസ്ഥാനമായ പാലക്കാട്ടോ ഒരു 10 അടിയോ 20 അടിയോ ഉയരമുള്ള ഒരു പ്രതിമ, ചേറ്റൂരിന്റെ ഒരു പ്രതിമ അവരങ്ങ് സ്ഥാപിക്കും. അങ്ങനെയാണ് അവർ ഓരോരുത്തരെ സ്വന്തമാക്കുന്നത്. മറ്റ് പാർട്ടികളിലെ നേതാക്കളെ പ്രതിമ പണിത, വലിയ പ്രതിമകൾ പണിത് ഇവരൊക്കെ ഞങ്ങളുടെ കൂടാണെന്ന് BJP അങ്ങ് പ്രഖ്യാപിക്കും. പ്രതിമ വന്നു കഴിഞ്ഞാൽ പിന്നെ അവരെല്ലാം BJP ആയി കഴിഞ്ഞു എന്നാണ് അവരുടെ ഒരു തീരുമാനം, അല്ലെങ്കിൽ അവരുടെ ഒരു ചിന്ത, അല്ലെങ്കിൽ അവരുടെ ഒരു വിശ്വാസം. അങ്ങനെ പറഞ്ഞാൽ മതി. സർദാർ വല്ലഭായ് പട്ടേലിന്റെ കാര്യത്തിൽ ഇതാണ് സംഭവിച്ചത്. മദ്രാസിലെ പ്രമുഖ അഭിഭാഷകനായിരുന്നു ചേറ്റൂർ ശങ്കരൻ നായർ. 1897 അമരാവതിയിൽ നടന്ന കോൺഗ്രസിന്റെ വാർഷിക സമ്മേളനത്തിൽ, AICC സമ്മേളനത്തിലാണ് അദ്ദേഹം കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയിലേക്ക് എത്തിയത്. അന്ന് അദ്ദേഹം അവിടെ വെച്ച് നടത്തിയ പ്രസംഗം ചരിത്ര പ്രധാനമാണ്. ബ്രിട്ടീഷ് ഗവൺമെന്റിനെതിരായിട്ട് അദ്ദേഹം ശക്തമായിട്ട് ആഞ്ഞടിച്ചു, കടന്നാക്രമിച്ചു. അത് മാത്രമല്ല, ഇന്ത്യക്ക് വേണ്ടത് ഡൊമീനിയൻ പദവിയാണ് എന്നൊരു ആശയം അദ്ദേഹം മുന്നോട്ട് വെച്ചു. ഡൊമീനിയൻ പദവി എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് സിംഹാസനത്തിന്റെ കീഴിൽ അല്ലെങ്കിൽ ചക്രവർത്തിയുടെ കീഴിൽ സ്വയം ഭരണാവകാശമുള്ള ഒരു ഭരണ സംവിധാനം. അതിനുവേണ്ടിയാണ് അദ്ദേഹം വാദിച്ചത്. പക്ഷെ പിന്നീട് മെല്ലെ ഗാന്ധിജി കോൺഗ്രസിന്റെ നേതൃത്വത്തിലേക്ക് വന്നതോടെ അദ്ദേഹവുമായി ചില അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. അങ്ങനെ അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് അകന്നു മാറുകയും ചെയ്തു. കോൺഗ്രസിൽ നിന്ന് അകന്നുവെങ്കിലും അദ്ദേഹം കോൺഗ്രസ് വിട്ടിരുന്നില്ല, പക്ഷേ സജീവമായിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് ഗാന്ധിയുടെ നിസ്സഹകരണ പ്രസ്ഥാനത്തോട് വലിയ യോജിപ്പൊന്നും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം പറയുന്നത് ഭരണഘടനാധിഷ്ഠിതമായ മാർഗങ്ങളിലൂടെ വേണം നമ്മൾ സ്വാതന്ത്ര്യം നേടേണ്ടത്, അല്ലാതെ ഈ സത്യാഗ്രഹം അല്ലെങ്കിൽ നികുതി നിഷേധം അല്ലെങ്കിൽ നിയമ ലംഘനം, ഈ വക മാർഗങ്ങളോട് അദ്ദേഹത്തിന് യാതൊരു യോജിപ്പും ഉണ്ടായിരുന്നില്ല. പിന്നീട് മറ്റൊരു പ്രധാന കാര്യം, ഈ ഖിലാഫത്ത് പ്രസ്ഥാനത്തെ ഗാന്ധിജി സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെടുത്തിയത് അദ്ദേഹത്തിന് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. മുസ്ലിങ്ങളുടെ പിന്തുണ നേടുന്നതിന് വേണ്ടിയാണ് ഗാന്ധിജി അത് ചെയ്തത്. പക്ഷെ അത് ശരിയായിരുന്നില്ല എന്നാണ് ചേറ്റൂർ ശങ്കരൻ നായർ വിശ്വസിച്ചിരുന്നത്. പിന്നീട് അദ്ദേഹം രാഷ്ട്രീയത്തിൽ നിന്ന് അകന്നതിന് ശേഷം അദ്ദേഹം മദ്രാസില് അഡ്വക്കേറ്റ് ജനറലായി, അതിനുശേഷം ഹൈക്കോടതി ജഡ്ജിയായി, പിന്നീട് വൈസ്രോയിയുടെ കൗൺസിലില് വിദ്യാഭ്യാസത്തിന്റെ ചുമതലയുള്ള അംഗമായി. 1919 ജാലിയൻ വാലാബാഗില് നടന്ന കൂട്ടക്കുരുതി അത് അദ്ദേഹത്തെ വല്ലാതെ ക്ഷോഭിപ്പിച്ചു. അന്ന് വൈസ്രോയിയുടെ കൗൺസിലിൽ അദ്ദേഹം അംഗമാണ്. ഈ കൂട്ടക്കുരുതിയിൽ പ്രതിഷേധിച്ച് അദ്ദേഹം കൗൺസിലിൽ നിന്ന് രാജിവെച്ചു. പിന്നീട്
ജാലിയൻവാല ബാഗിനെ കുറിച്ചുള്ള ഒരു കേസ് ലണ്ടനിൽ നടക്കുമ്പോൾ അദ്ദേഹം ഡയറിനെതിരായിട്ട്, മൈക്കൽ ഡയർ, അദ്ദേഹമാണ് ഇവിടെ ഈ അടച്ചുകെട്ടിയ ഒരു മൈതാനം, ആ മൈതാനത്തിന് ഒറ്റ ഗേറ്റേ ഉണ്ടായിരുന്നുള്ളൂ, ആ ഗേറ്റ് അടച്ചിട്ടാണ് അതിനുള്ളിൽ ഉണ്ടായിരുന്ന ആളുകളെ വെടിവെച്ചത്. അതിന് ഉത്തരവ് കൊടുത്ത മൈക്കൽ ഡയറിനെതിരായിട്ട് കേസ് വാദിച്ചു. സൈമൺ കമ്മീഷൻ ഇന്ത്യ സന്ദർശിച്ചപ്പോഴേ അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു. പിന്നീട് സൈമൺ കമ്മീഷന്റെ ശുപാർശ ഒരു ഡൊമീനിയൻ പദവിയിലുള്ള സ്വയംഭരണാവകാശം അനുവദിക്കാമെന്നുള്ളതായിരുന്നു. പിന്നീട് വൈസ്രോയി അത് അംഗീകരിച്ചപ്പോൾ ചേറ്റൂർ ശങ്കരൻ നായർ രാഷ്ട്രീയത്തോട് പൂർണ്ണമായിട്ടും വിട പറയുകയാണ് ചെയ്തത്. കാരണം അദ്ദേഹം ആഗ്രഹിച്ചതും അദ്ദേഹം വാദിച്ചതും ഡൊമീനിയൻ പദവിയിലുള്ള സ്വയംഭരണാവകാശത്തിന് വേണ്ടിയായിരുന്നു. ധീര ദേശാഭിമാനിയായ ചേറ്റൂർ ശങ്കരൻ നായരെ കോൺഗ്രസ് അവഗണിച്ചു, അഥവാ അദ്ദേഹത്തിന്റെ ഓർമ്മകള് കോൺഗ്രസ് ഇല്ലാതാക്കി. അതായിരുന്നു ഇത് സംബന്ധിച്ച് മോദി ഹരിയാനയിൽ നടത്തിയ ഒരു പ്രസംഗം. അത് ഈ കോൺഗ്രസിന്റെ നറേറ്റീവിനനുസരിച്ച് നിൽക്കുന്ന ഒരാളായിരുന്നില്ല, അല്ലെങ്കിൽ ഒരാളല്ല ചേറ്റൂർ എന്ന കാരണം കൊണ്ടാണ് ഇത് സംഭവിച്ചതെന്നായിരുന്നു മോദി അഭിപ്രായപ്പെട്ടത്. അത് കേട്ടപാടെ ഇതിനൊരു അടിക്കുറിപ്പെന്നോണം നമ്മുടെ രാജീവ് ചന്ദ്രശേഖർ ഒരു പോസ്റ്റുമായിട്ട് രംഗത്തിറങ്ങി. നെഹ്റുമാരുടെ കുടുംബവാഴ്ചയ്ക്ക് യോജിക്കാത്ത ഒരു വ്യക്തി ആയതുകൊണ്ടാണ് ചേറ്റൂരിനെ കോൺഗ്രസ്സുകാര് അവഗണിച്ചതെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസ്താവന. ഞാൻ പറഞ്ഞല്ലോ, പിന്നീട് സുരേഷ് ഗോപി നേരെ ചേറ്റൂരിന്റെ ബന്ധുക്കളെ തേടി പോകുന്നു, അവരുടെ വീടുകളിലെത്തുന്നു, അഭിവാദ്യം അർപ്പിക്കുന്നു. അങ്ങനെ വളരെ ക്രമമായിട്ട്, വളരെ കൃത്യമായിട്ട് ചേറ്റൂരിന്റെ സ്മരണകളെ, ചേറ്റൂരിന്റെ പൈതൃകത്തെ അടിച്ചു മാറ്റാനുള്ള ഒരു ശ്രമമാണ് BJP ആരംഭിച്ചിരിക്കുന്നത്. BJP ചേറ്റൂരിനെ കണ്ണുവെച്ച് കഴിഞ്ഞു, അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മീശമാധവൻ എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട്, അതിലെ കഥാനായകൻ മാധവൻ അങ്ങേർക്ക് ഏതെങ്കിലും ഒരു സാധനം കണ്ട് താല്പര്യം തോന്നിയാൽ, അത് കണ്ട് ഒന്ന് മീശ വിരിച്ചാൽ കൃത്യമായിട്ട് നിശ്ചിത സമയത്തിനുള്ളിൽ അത് അടിച്ചു മാറ്റിയിരിക്കും. അതാണ് ആ കഥാപാത്രത്തിന്റെ പ്രത്യേകത. അതേ സ്വഭാവമാണ് നമ്മുടെ BJP-ക്കാർക്കുമുള്ളത്. ഏതെങ്കിലും ഒന്നിരുന്ന് കണ്ണു വെച്ചാൽ മതി, ഒരു ഭ്രമം നോക്കിയാൽ മതി, അവരത് അടിച്ചു മാറ്റിയിരിക്കും. അവർക്ക് അധികാരമുണ്ട്, പണമുണ്ട്, അതുകൊണ്ടാണ് ഇതൊക്കെ സാധിക്കുന്നത്. അതുപോലെ തന്നെ സുരേഷ് ഗോപി ചേറ്റൂരിന്റെ തറവാട്ടിലോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ബന്ധുക്കളുടെ വീട്ടിലോ പോകുന്നതും പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാനിത് എടുക്കുക എന്ന് പറഞ്ഞാൽ എടുക്കുന്ന പ്രകൃതക്കാരനാണ് അദ്ദേഹം. തൃശ്ശൂരിൽ ആദ്യം മത്സരിച്ചപ്പോൾ ഞാൻ തൃശ്ശൂർ അങ്ങ് എടുക്കുക എന്ന് പറഞ്ഞു. അപ്പൊ എല്ലാവരും കളിയാക്കി, പരിഹസിച്ചു. പക്ഷെ പിറ്റേ തവണ സുരേഷ് ഗോപി തൃശ്ശൂർ എടുക്കുക തന്നെ ചെയ്തു. ഞാനിനി ചേറ്റൂരിന്റെ പൈതൃകം അങ്ങ് എടുക്കുക എന്ന് പറഞ്ഞാല് അദ്ദേഹം എടുത്തിരിക്കും. ഇപ്പൊ ഈ BJP-യുടെ നേതൃത്വമോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരോ ചേറ്റൂരിന്റെ പ്രതിമ സ്ഥാപിക്കാനോ മറ്റോ എന്തെങ്കിലും അമാന്തം വരുത്തിയാൽ അദ്ദേഹം സ്വന്തം കയ്യിൽ നിന്ന് പൈസ ഇറക്കി പ്രതിമ ഉണ്ടാക്കുകയും ചെയ്യും. അതാണ് അദ്ദേഹത്തിന്റെ രീതി. അപ്പൊ സൂക്ഷിക്കണം, കോൺഗ്രസ്സുകാര് നല്ലതുപോലെ സൂക്ഷിക്കണം. രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിക്കൊടുത്ത ദേശീയ പ്രസ്ഥാനവുമായി അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമരവുമായി ഈ BJP-ക്ക് യാതൊരു ബന്ധവുമില്ല. ഉള്ള ബന്ധം എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർക്ക് മാപ്പെഴുതി കൊടുത്തിട്ട് സ്വാതന്ത്ര്യ സമരത്തിൽ നിന്ന് പിന്മാറി എന്നുള്ളതാണ്. അതേസമയം എതിരാളികളായ കോൺഗ്രസ് ആകട്ടെ, ഞങ്ങളാണ് രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിക്കൊടുത്തതെന്ന നിഗളിപ്പുമായിട്ട് നടക്കുക. അപ്പൊ എന്താ വേണ്ടത്? അപ്പൊ കോൺഗ്രസിൽ നിന്നോ മറ്റു പാർട്ടികളിൽ നിന്നോ ഏതെങ്കിലും നേതാക്കളെ അടിച്ചു മാറ്റുക, സ്വന്തമാക്കുക. അതാണ് അവര് പയറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു പരിപാടി. നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ സമൂഹത്തിൽ യാതൊരു മേൽവിലാസവും ഇല്ലാതിരുന്ന ആളുകൾ പെട്ടെന്ന് പുത്തൻ പണക്കാരാകുമ്പോൾ ക്ഷയിച്ചു നിൽക്കുന്ന ചില തറവാടുകൾ അവരുടെ ഭൂമിയൊക്കെ വാങ്ങും, അവരുടെ സ്ഥലമൊക്കെ വാങ്ങും. എന്നിട്ട് അവിടെ ഒരു വീട് വയ്ക്കും. എന്നിട്ട് ആ വീടിന്റെ ഗേറ്റിൽ ആ വീട്ടുപേര് എഴുതി വയ്ക്കും. അതായത് ഈ പ്രമാണിയുടെ വീട്ടുപേര് ഇവരങ്ങ് അടിച്ചു മാറ്റും, ഈ സ്ഥലം വാങ്ങിയവര്. അങ്ങനെ ഒരു രീതി നമ്മുടെ നാട്ടിൽ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അതേ സ്റ്റൈലാണ്, അല്ലെ അതേ ശൈലിയാണ് BJP-ക്കാര് പിന്തുടരുന്നത്. അവർക്ക് സ്വന്തമായിട്ട് അഭിമാനിക്കാനൊന്നും ഇല്ലെങ്കിലേ മറ്റുള്ളവരുടെ അഭിമാനങ്ങൾ കവർന്നെടുക്കുക. അതാണല്ലോ വല്ലഭായ് പട്ടേലിന്റെ കാര്യത്തിൽ ചെയ്തത്. വാസ്തവത്തിൽ RSSനെ നിരോധിച്ച ആളാ സർദാർ വല്ലഭായ് പട്ടേൽ. എന്നിട്ടും അദ്ദേഹം ഗുജറാത്തിൽ നിന്നുള്ള ആളായതുകൊണ്ട് അദ്ദേഹത്തെ ഏറ്റെടുക്കുന്നതിൽ അല്ലെങ്കിൽ അടിച്ചു മാറ്റുന്നതിന് യാതൊരു മടിയും ഉണ്ടായില്ല. കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിരുന്നു. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ജവഹർലാൽ നെഹ്റു സർക്കാരിലെ രണ്ടാമനായിരുന്നു. അദ്ദേഹത്തെ സ്വന്തമാക്കുന്നതിന് അവർക്ക് യാതൊരു ലജ്ജയും ഉണ്ടായില്ല. പിന്നല്ലേ ചേറ്റൂർ ശങ്കരൻ നായർ. ഹിന്ദുത്വയുമായി യാതൊരു ബന്ധവും ഉണ്ടായിരുന്ന ആളല്ല നമ്മുടെ ചേറ്റൂർ ശങ്കരൻ നായർ. അദ്ദേഹം മരിക്കുമ്പോൾ RSSന് ഏതാണ്ട് 9 വയസ്സായിട്ടേ ഉള്ളൂ. അതിലൊക്കെ എത്രയോ കാലം കഴിഞ്ഞിട്ടാണ് ജനസംഘം ഉണ്ടാവുന്നത്. പക്ഷെ വേണമെങ്കിൽ ഒരു കാര്യത്തിൽ BJP-ക്ക് കയറി പിടിക്കാം. അതായത്
ഖിലാഫത്ത് പ്രസ്ഥാനത്തെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെടുത്തിയ ഗാന്ധിജിയുടെ നടപടിയെ അദ്ദേഹം എതിർത്തിരുന്നു. ഈ പോയിന്റ് വെച്ച് വേണമെങ്കിൽ ഒരു കളി കളിക്കാവുന്നതേ ഉള്ളൂ. കോൺഗ്രസ്സുകാരെ ചേറ്റൂരിന്റെ കാര്യത്തിൽ മാത്രം ശ്രദ്ധ പതിപ്പിച്ചാൽ പോരാ. മറ്റു ധാരാളം നേതാക്കള്, പഴയകാല നേതാക്കളുണ്ട്. KP കേശവമേനോൻ, K മാധവൻ നായർ, കോഴിപ്പുറത്ത് മാധവമേനോൻ, KP മാധവൻ നായർ, പട്ടംതാണു പിള്ള, അങ്ങനെ ധാരാളം നേതാക്കള്. ഇവരെയൊക്കെ സംരക്ഷിക്കേണ്ട ചുമതല നിങ്ങൾക്കുള്ളതാണ്. അല്ലെങ്കിൽ ഓരോന്നായിട്ട് BJP-ക്കാര് അടിച്ചു മാറ്റും. അവർക്ക് ചുറ്റും കവചങ്ങൾ തീർത്തേ പറ്റൂ. കർണകുണ്ടലം കൊണ്ടുള്ള കവചമായാലും മതി. അത് ഈ കണ്ണൂരിലും തിരുവനന്തപുരത്തും ആവശ്യത്തിന് വാങ്ങാൻ കിട്ടുന്ന ഒരു സാധനമാണ്. അല്ലെങ്കിൽ പഴയ കവചങ്ങള് വേണമെങ്കിൽ സെക്കൻഡ് ഹാൻഡ് വിലയ്ക്കും കിട്ടും. എന്തായാലും ഇവരുടെ കാര്യത്തിൽ ഒരു ശ്രദ്ധ വേണം. പക്ഷെ നിങ്ങളുടെ ശ്രദ്ധ വേണ്ടാത്ത ഒരു ആളുണ്ട്, ഒരു പഴയകാല സ്വാതന്ത്ര്യ സമര സേനാനി, മന്നത്ത് പത്മനാഭൻ. അദ്ദേഹത്തെ NSSകാർ നോക്കിക്കോളും. അദ്ദേഹത്തെ അടിച്ചു മാറ്റാൻ ആരെങ്കിലും ചെന്നാല് അവർ നന്നായിട്ട് കൈകാര്യം ചെയ്തു വിടും. അതുകൊണ്ട് അദ്ദേഹം സുരക്ഷിതനാണ്. ഏതായാലും മോദിയോട് നന്ദി പറയണം കേട്ടോ. ചേറ്റൂർ ശങ്കരൻ നായരെ പറ്റി അദ്ദേഹം ഹരിയാനയിൽ പ്രസംഗിച്ചതുകൊണ്ട് കേരളത്തിലെയും ഇന്ത്യയിലെ തന്നെ കോൺഗ്രസ്സുകാരും BJP-ക്കാരും അങ്ങനെ ഒരാൾ ചരിത്രത്തിന്റെ ഭാഗമായിരുന്നു എന്ന് അറിയാൻ ഇടവന്നു. നന്ദി മോദിജി.